ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും. ഹായ് ഗൈസ്, അപ്പൊ എല്ലാവരും കുറെ പേര് കാര്യം അറിയാതെ എന്നെ കൊണ്ട് ഒരു ബ്ലോഗ് ഇടുന്നു പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ആ കാര്യങ്ങൾ മൊത്തം നിങ്ങളെ കൊണ്ട് പറയുവാണ്. എന്താ വേണ്ടത് പറഞ്ഞോളൂ. ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. വിശ്വസിക്കരുതടാ, ലോകത്ത് ഒരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഇതാക്കിയതാണ്. പക്ഷെ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. എന്നിട്ട് അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പോയിക്കോ. അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ നിനക്ക് തന്നെ മനസ്സിലാവും. ഇത് നോക്കിക്കോളാ കുണ്ണ, എനിക്ക് എന്തൊക്കെ വേണം അതുങ്ങൾ നോക്കിക്കോ. അവിടെ എല്ലാ യൂസും കഴിഞ്ഞു, നീ കുറച്ച് യൂസ് ചെയ്ത് നടക്കും. ഇപ്പോഴാ ഓർത്തത്, ബാത്റൂമിൽ പോയില്ല. ഓഹോ, അവൻ ഇത്രയൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ എങ്ങനെ അവന്റെ കൂടെ പോണം? പിന്നെ ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇപ്പോഴാണെങ്കിൽ എന്നെ ഫുള്ള് ബ്ലാക്ക് മെയിൽ ആണ്. നിങ്ങൾ തന്നെ പറ. പിന്നെ എനിക്ക് ഈ ടൈമിൽ കഞ്ചാവൊക്കെ ആദ്യം വലിക്കുമായിരുന്നു, അതെനിക്ക് അറിയാമായിരുന്നു. അല്ലേ പക്വതയില്ലാത്ത പ്രേമേ. എന്നെ കൊണ്ട് അറിയാതാ. അപ്പൊ തന്നെ പറയും എന്നെ അത്ര ഇഷ്ടമുണ്ട്. എന്നെ ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തെ സംശയ രോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പോഴാണ് ശരിക്കും ഇനിയാണ് കാണിച്ചു കൊടുക്കാൻ പോണത്. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും. ഭർത്താവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്നു വരുന്നുണ്ട്. ഒരു ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാ ഒന്ന് നോക്ക് കൂടിയില്ലേ. എന്നെ നോക്കിയിട്ടില്ല. എനിക്കൊരു സാധനം വാങ്ങി തരണം എന്നൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യണം. അങ്ങനെയൊക്കെ തന്നെ എന്റെ അവസ്ഥ. തിന്ന് ചെല്ലിനുള്ളിൽ കയറിയപ്പോ തളനും തന്തനും പറഞ്ഞ് തെമ്മാടത്തരം കാണിച്ചിട്ട് അവരുടെ അവസ്ഥ. അവനുമായിട്ട് എനിക്ക് അങ്ങനുണ്ട് ഇങ്ങനുണ്ട്, അവന്റെ കൊച്ചാണ് എന്റെ വയറ്റില് എന്നൊക്കെ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതിന്റെയൊക്കെ ആവശ്യം എന്താണ് ഇവന്? നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. എന്നാ അവനെ ഇങ്ങനെ ഒരുമാതിരി മോശമായിട്ട് പോലെ അത്രയ്ക്ക് വൃത്തികേടായിട്ട് പറഞ്ഞു. നീ എടുത്തോ, എന്റെ യൂസ് ഒക്കെ കഴിഞ്ഞ് നീ എടുത്തോ, ഇനി എനിക്ക് വേണ്ട, അങ്ങനെ അത്രയ്ക്കും ബാഡായിട്ടാണ് പറഞ്ഞത്. അവന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ വീട്ടിലെ കാര്യങ്ങളും അവന്റെ കാര്യങ്ങളും, ജോലിയില്ല എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ അവനെ നോക്കിയത്. നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ. ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? ഞങ്ങളിപ്പോ ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നല്ല, ബ്രേക്കപ്പ് ആകാൻ കാരണം വേറൊന്നല്ല, അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും ഒക്കെ ഒരു ജാതി അലവലാദികളാ. നീ അത് കാര്യാക്കണ്ട. അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ചതിച്ചതും. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും. കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് കുറച്ച് വൈകിട്ടാണ് കേസ്. എന്റെ പിള്ളേർ വേണ്ടിട്ടാണ് എനിക്ക് അറിയുന്നത്. ഞാൻ ഇവളുടെ ഒരു ചാറ്റ് ബുക്ക് ചെയ്ത്, അപ്പൊ ഈ വീഡിയോന്റെ ഫുൾ ചാറ്റും കാര്യങ്ങളും അവളുടെ എല്ലാ കാര്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് ഞാൻ ഈ മൊത്തം പ്രശ്നവും കാര്യം അവളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ലോക്ക് തുറന്നുകൊണ്ട് ഞാൻ റീചാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിൽപ്പച്ചന് മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും തെളിവായിട്ട് ഇതിന്റെ ബാക്കിൽ തന്നെ ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് തീർന്നില്ലേ? ഇനിയും വല്ലാണ്ട് വയലന്റ് ആയ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചുറ്റിക, അതെടുത്ത് ഒന്നുകൂടി പ്രയോഗിച്ചോളൂ. ഒന്നു വീതം 3 നേരം മതിയോ? ആയിക്കോട്ടെ.